അപ്പോസ്തല പ്രവൃത്തി ഇരുന്ന് വായിച്ചിട്ടുള്ളവർക്കറിയാം, ധ്യാനിച്ചിട്ടുള്ളവർക്കറിയാം. ആദ്യത്തെ വാക്കുകൾ തന്നെ എത്ര അധികാരത്തിന്റെ വാക്കുകളാണ്. കഷ്ടം അനുഭവിച്ച ശേഷം 40 ദിവസം യേശു അവരോട് കൂടെ ഇരുന്നു. 4-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. കേട്ടോ, യേശു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ശേഷം ലൂക്കോസ് എഴുതുക. അതുകൊണ്ട് യേശുവിന്റെ ചരിത്രം തീർന്നില്ല. മരണത്തെ ജയിച്ച് കല്ലറയെ പൊളിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരുടെ കൂടെ 40 ദിവസം ഇരുന്നു. ഇവിടുത്തെ മഹാന്മാരെല്ലാം മരിച്ച് കല്ലറ കൊണ്ട് അവസാനിച്ചപ്പോ എന്താ, കല്ലറയെ പൊളിച്ചൊരുത്തൻ എഴുന്നേറ്റു, ശിഷ്യന്മാരുടെ കൂടെ നടന്നു. എന്നിട്ട് പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് തീർന്നില്ല, പറഞ്ഞു, ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഭർത്താവ് മാറിയേക്കാം, ഭാര്യ മാറിയേക്കാം, അപ്പനും അമ്മയും മാറിയേക്കാം, പിള്ളേരും മാറിയേക്കാം, കൂടെ കാണുമെന്ന് പറഞ്ഞ കൂട്ടുകാർ മാറിയേക്കാം. പക്ഷെ യേശു പറയുകയാണ്, ഒരു നാളും നിന്നോട് പറഞ്ഞവൻ ഒരു നാളും മറക്കത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഒരു നാളും കൈവിടത്തില്ല. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും കൈവിടില്ല. ജീസസ് ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എന്റെ യേശു എത്ര നല്ലവൻ. ആ ഉറപ്പുള്ളവർ ഒരു പ്രാവശ്യം കൂടെ, ഒരു നാളും മറക്കുകയില്ല. യേശു എത്ര. ആമേൻ. കൈവിടത്തില്ല. സ്വത്രാഴ്ച ഇട്ടോ നോക്കിയിട്ട് മാറി നിൽക്കുന്നവനല്ല, ഞായറാഴ്ച വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുന്നവനല്ല. നിന്നെ കൈവിടത്തില്ല. എന്നാ കാരണം? രക്തം കൊടുത്താ നിന്നെ വിലയ്ക്ക് വാങ്ങിയ അവന്റെ ചങ്കിലെ ചോരയുടെ വിലയാ. ബൈബിൾ പറയുന്നു, കൺമണി പോലെ നിന്നെ കാക്കും, അവൻ നിന്നെ കൈവിടുകയില്ല. ബൈബിൾ പറയുന്നു, വാർദ്ധക്യം വരെയും അവൻ നിനക്ക് അനന്യം തന്നെ, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാൻ. കമാൺ. ഒരു പക്ഷേ പ്രായമാകുമ്പോൾ മക്കൾക്ക് തലവേദനയാന്ന് പറഞ്ഞേക്കാം, പ്രായമാകുമ്പോൾ വേണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞേക്കാം. പക്ഷെ ബൈബിൾ പറയുന്നു, നരയ്ക്കുവോളം ഞാൻ നിന്നെ ചുമക്കാം. അവൻ നിന്നെ തോളിൽ വഹിക്കുന്ന കഥാവാണ്.